കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് ഏലക്ക വില ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. പകൽച്ചൂടിൽ മൂപ്പെത്തും മുൻപേ കുരുമുളക് മണികൾ അടർന്നു വീഴുന്നതിനാൽ കർഷകർ ആശങ്കയിൽ. ഈ വർഷത്തെ അവസാന റൗണ്ട് ഏലക്ക വിളവെടുപ്പിന്റെ തിരക്കിലാണ് ഹൈറേഞ്ചിലെ കർഷകർ. ക്രിസ്തുമസ് പുതുവത്സര വേളയിലെ ഡിമാൻഡ് മുന്നിൽ കണ്ട് ഉയർന്ന വില പ്രതീക്ഷിച്ച് പുതിയ ഏലം ലേലത്തിന് ഇറക്കുന്നുണ്ട്. ചരക്കിന് ആഭ്യന്തര വ്യാപാരികളിൽ നിന്നും കയറ്റുമതിക്കാരിൽ നിന്നും ശക്തമായ ഡിമാൻഡ് അനുഭവപ്പെട്ടു. വില ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ കിലോ 3028 രൂപയിലെത്തി. വാരാന്ത്യം വില 4000-ന് മുകളിൽ കയറിയിരുന്നു. ലേലത്തിനെത്തിയ 62,134 കിലോ ഏലക്കയിൽ 59,771 കിലോ ഏലക്കയും വിറ്റഴിഞ്ഞു. കുരുമുളക് വിളവ് അടുത്ത സീസണിൽ എത്ര ശതമാനം കുറയുമെന്ന കാര്യത്തിൽ വ്യക്തമായ കണക്കുകൾ കർഷകർക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. പ്രതികൂല കാലാവസ്ഥ നിലനിന്നതിനാൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക തോട്ടങ്ങളിലെയും കുരുമുളക് മണികൾ അടർന്നു വീഴുന്നത് മൊത്തം ഉൽപാദനത്തിൽ കുറവ് വരുത്തുമെന്നാണ് കർഷകരുടെ ആശങ്ക. പകൽ ചൂടിൽ പല തോട്ടങ്ങളിലും മൂപ്പെത്തും മുമ്പേ കുരുമുളക് മണികൾ അടർന്നു വീഴുന്നുണ്ട്. അടുത്ത സീസണിൽ വിളവ് കുറയുമെന്നാണ് വയനാട്ടിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ജനുവരിയിലാണ് സീസൺ ആരംഭിക്കുന്നത്. കരുതൽ ശേഖരം വിൽപ്പന നടത്തണോ അതോ അടുത്ത വർഷം വരെ സൂക്ഷിക്കണമോ എന്ന വിവരം നൽകാൻ സർക്കാർ ഏജൻസികൾക്കാവുന്നില്ല. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 621 രൂപ. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ മുളക് വില ടണ്ണിന് $7,750. രാജ്യാന്തര റബ്ബർ വില ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ഏഷ്യൻ റബ്ബർ ഉൽപാദന രാജ്യങ്ങളിൽ ഷീറ്റ് വിലയിൽ കാര്യമായ വ്യതിയാനങ്ങളില്ലാതെ ഇടപാടുകൾ നടന്നു. ഉത്തരേന്ത്യൻ വ്യവസായികൾ 5ാം ഗ്രേഡ് റബ്ബർ 18,200 രൂപയ്ക്ക് ചരക്ക് ശേഖരിച്ചു. RSS 4ാം ഗ്രേഡ് 18,600 രൂപയിൽ വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് പച്ചക്കറിയുടെ വില വർദ്ധിച്ചതോടെ നട്ടം തിരിഞ്ഞ് സാധാരണക്കാർ. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് കേരളത്തിലെ വില വർധനയ്ക്ക് കാരണമായത്. വരും ദിവസങ്ങളിലും പച്ചക്കറി വില ഉയർന്നേക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് സംസ്ഥാനത്ത് പച്ചക്കറിക്ക് ഇപ്പോൾ. മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത പച്ചക്കറികൾക്കെല്ലാം വില കുതിച്ചുയരുകയാണ്. തിരുവനന്തപുരത്ത് തക്കാളി ഒരു പെട്ടിക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ 200 രൂപ വില വ്യത്യാസമാണ് ഒറ്റ ദിവസത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് 600-ന് മുകളിലാണെങ്കിൽ ഇന്നിത് 800-ന് മുകളിലെത്തി. തമിഴ്നാട്ടിലെ തുടർച്ചയായ മഴയാണ് പച്ചക്കറി വിലയെ ബാധിച്ചതെന്ന് കടയുടമകൾ പറയുന്നു. ചെറുനാരങ്ങ, സവാള, വെളുത്തുള്ളി, വെണ്ട, തക്കാളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കാബേജ്, ഇഞ്ചി, പടവലം അടക്കമുള്ള പച്ചക്കറികൾക്കാണ് വില കൂടിയത്. തിരുവനന്തപുരത്ത് തക്കാളിക്ക് 35 രൂപയും എറണാകുളത്ത് 40 രൂപയുമാണ് വില. എന്നാൽ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്ത് തക്കാളിക്ക് 26, 25 എന്നിങ്ങനെയാണ് വില വിവരം. അതേസമയം 100-ന് മുകളിൽ തുടരുകയാണ് മുരിങ്ങയ്ക്കയുടെ വില. എറണാകുളത്ത് 120 രൂപയും കണ്ണൂരിൽ 142 രൂപയുമാണ് വില. വെളുത്തുള്ളിക്ക് 400 രൂപയാണ് വില നിലവാരം. തിരുവനന്തപുരത്തെ അത്ര വിലക്കയറ്റം എറണാകുളത്തുണ്ടായില്ലെങ്കിലും പുതിയ വില ആശങ്കയ്ക്ക് വഴിവെക്കുന്നതാണ്. എന്നാൽ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട്ടെ വില ആശ്വാസകരമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബെസ്റ്റ് അഗ്രോ ലൈഫിന്റെ അത്യാധുനിക കീടനാശിനിയായ ബെസ്റ്റ്മാന് പേറ്റന്റ് ലഭിച്ചു. പരുത്തി, പച്ചക്കറികൾ തുടങ്ങിയ വിളകൾക്ക് ഉപയോഗിക്കുന്ന കീടനാശിനിയാണ് ബെസ്റ്റ്മാൻ. നൂതന കീടനാശിനി ഫോർമുലേഷനായ ബെസ്റ്റ്മാൻ എന്നതിനുള്ള പേറ്റന്റ് അനുവദിച്ചതായി അഗ്രോ കെമിക്കൽ സ്ഥാപനമായ ബെസ്റ്റ് അഗ്രോ ലൈഫ് അറിയിച്ചു. മുളക്, പരുത്തി, പച്ചക്കറികൾ തുടങ്ങിയ വിളകൾക്ക് ഫലപ്രദമായ കീടനിയന്ത്രണമാണ് ബെസ്റ്റ്മാൻ വാഗ്ദാനം ചെയ്യുന്നതെന്ന് കമ്പനി ഒരു പ്രസ്താവനയിൽ പറയുന്നു. സസ്പെൻഷൻ കോൺസെൻട്രേറ്റിലെ ഫിപ്രോനിൽ, അബാമെക്റ്റിൻ, ടോൾഫെൻപിറാഡ് എന്നിവയുടെ സംയോജനമായ ഉൽപ്പന്നം 2025-ന്റെ തുടക്കത്തിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി അറിയിച്ചു. മുളക്, പരുത്തി, പച്ചക്കറികൾ എന്നിവയുടെ കീടനിയന്ത്രണ വിപണി 3000 കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു. ബെസ്റ്റ്മാൻ ആരംഭിച്ച ആദ്യ വർഷത്തിൽ 70 കോടി രൂപയുടെ പ്രാരംഭ വരുമാനം പ്രതീക്ഷിക്കുന്നതായി ബെസ്റ്റ്മാൻ അഗ്രോ ലൈഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ മൊത്തം കാർഷികോൽപാദനത്തിന്റെ 20% സംഭാവന ചെയ്യുന്നത് UP എന്ന് യോഗി ആദിത്യനാഥ്. UP സർക്കാരും നെതർലാൻഡ്സും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. രാജ്യത്തെ കൃഷിയോഗ്യമായ ഭൂമിയുടെ 11% മാത്രമാണെങ്കിലും മൊത്തം കാർഷികോൽപാദനത്തിന്റെ 20% സംഭാവന ചെയ്യുന്ന ഉത്തർപ്രദേശ് കാർഷിക മേഖലയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. വൃന്ദാവൻ യോജനയിൽ കൃഷി ഭാരത് 2024 എന്ന 4 ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷകർ സ്വയം പര്യാപ്തരാകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക നവീകരണവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി UP സർക്കാരും നെതർലാൻഡ്സും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു.
ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഉത്തർപ്രദേശിന്റെ നിർണായക പങ്ക് മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 17% സംസ്ഥാനവും രാജ്യത്തിന്റെ കൃഷിയോഗ്യമായ ഭൂമിയുടെ 11% മാത്രമുള്ളപ്പോൾ രാജ്യത്തിന്റെ മൊത്തം കാർഷികോൽപാദനത്തിന്റെ 20% സംഭാവന ചെയ്യുന്നത് ഇത് സൂചിപ്പിക്കുന്നു. ഈ ശ്രദ്ധേയമായ നേട്ടം സംസ്ഥാനത്തിന്റെ സമൃദ്ധമായ ജലസ്രോതസ്സുകളും ഫലഭൂയിഷ്ഠമായ ഭൂമിയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ കൃഷിയുടെയും നൂതന സാങ്കേതിക വിദ്യകളുടെയും സംയോജനത്തോടെ കാർഷിക ഉൽപാദനക്ഷമത 3 മുതൽ 4 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക അവബോധം വളർത്തുക, ഗുണമേന്മയുള്ള വിത്തുകൾക്ക് വിപണി ലഭ്യത ഉറപ്പാക്കുക, കൃഷിയെ സംരംഭകത്വവുമായി ബന്ധിപ്പിക്കുക എന്നിവയുടെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അടുത്തിടെ ഉത്തർപ്രദേശ് സന്ദർശന വേളയിൽ നെതർലാൻഡ്സ് അംബാസിഡറുമായി നടത്തിയ ചർച്ചകളിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമോഡിറ്റി ഫ്യൂച്ചർ ട്രേഡിംഗിനുള്ള നിരോധനം പിൻവലിക്കണമെന്ന് ഭക്ഷ്യ എണ്ണ സംഘടനയായ SCA. അംഗങ്ങൾക്ക് ഇത് സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുന്നുവെന്ന് സംഘടന. തങ്ങളുടെ അംഗങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അസംസ്കൃത പാം ഓയിൽ, സോയാബീൻ എന്നിവയുൾപ്പെടെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഫ്യൂച്ചർ ട്രേഡിംഗ് നിരോധനം പിൻവലിക്കണമെന്ന് ഭക്ഷ്യ എണ്ണ വ്യവസായ സംഘടനയായ SCA സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 7 കാർഷിക ഉൽപ്പന്നങ്ങളിൽ 2021 ഡിസംബറിൽ ആദ്യമായി നടപ്പാക്കിയ നിരോധനം 2024 ഡിസംബർ 20 വരെ നിലവിലുള്ള വിപുലീകരണത്തോടെ ഒന്നിലധികം തവണ നീട്ടി. ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിന്റെ അഭാവം വില റിസ്ക് മാനേജ്മെന്റിനും വിപണി വികസനത്തിനും തടസ്സമായെന്ന് സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഉൾപ്പെടെ 5 മന്ത്രിമാർക്ക് നിവേദനം നൽകി. നിലവിലെ സോയാബീൻ വില സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മിനിമം താങ്ങുവിലയായ ക്വിന്റലിന് 4,892 രൂപയ്ക്ക് താഴെയാണ് വ്യാപാരം ചെയ്യുന്നത്. അതേസമയം റാപ്സീഡിന്റെ വില അതിന്റെ MSP-യായ 5,950 രൂപയ്ക്ക് മുകളിലാണെന്ന് വ്യവസായ സംഘടന അറിയിച്ചു. ക്രൂഡ് പാം ഓയിൽ, അസംസ്കൃത സോയാബീൻ ഓയിൽ തുടങ്ങിയ അന്തർദേശീയമായി വ്യാപാരം ചെയ്യുന്ന ചരക്കുകളുടെ ഫ്യൂച്ചർ ട്രേഡിംഗ് പുനരാരംഭിക്കേണ്ടതിന്റെ ആവശ്യകത അസോസിയേഷൻ പ്രത്യേകം ഊന്നി പറഞ്ഞു. നിരോധനം ബിസിനസ്സുകളെ കൂടുതൽ വില ചാഞ്ചാട്ടത്തിന് വിധേയമാക്കിയെന്ന് അവർ വാദിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 187, RSS 5 184, ലാറ്റക്സ് 123, ജാതിക്ക 380, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പൂ 900, അടയ്ക്ക 250, കാപ്പിക്കുരു 227, കൊക്കോ പരിപ്പ് 510, കുരുമുളക് ഗാർബിൾ 64,200, കുരുമുളക് അൺഗാർബിൾ 62,200, ഏലക്ക 2,550 മുതൽ 2,650 വരെ, വെളിച്ചെണ്ണ 21,200, കൊപ്ര 15,900, ചുക്ക് 32,500.